ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ദാൽ ഫ്രൈ ആണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കൊരു ദാൽ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളതാണ്. ഫ്ലേവേഴ്സ് ഓഫ് പെപ്പറിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീഷാണ്. എങ്ങനെയാണ് നമുക്ക് ഒരു ദാൽ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നുള്ളത് നോക്കാം. ദാൽ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തരം പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മസൂർ ദാളും മൂങ് ദാളും 125 ഗ്രാം വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പരിപ്പ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് പരിപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്യാം. അതിലോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ അല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു തടുക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാൻ എടുക്കാം. അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് ജീരകമാണ് 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തും അതേപോലെ തന്നെ ഗ്രീൻ ചില്ലിയും ഒരു 3 എണ്ണം ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിറക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഒണിയൻ ഇതേപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്പം സ്പൈസിക്ക് വേണ്ടിയിട്ട്. മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് 2 എണ്ണം ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം ടൊമാറ്റോ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ദാൽ ഫ്രൈ എല്ലാം റെഡി ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് കുക്കാവണ വരെ. ഇതേപോലെ ടൊമാറ്റോ ഒക്കെ നന്നായി കുക്കായി വരുന്ന സമയത്ത് അതിലോട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാൽ ഫ്രൈക്ക് വേണ്ടിയിട്ട് നല്ലൊരു മസാല നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് തിക്ക് ദാൽ ഫ്രൈ ആണ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുക. അതല്ല നമുക്ക് അല്പം കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ദാൽ ഫ്രൈക്ക് ആവശ്യത്തിന് സാൾട്ട് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദാൽ ഫ്രൈ ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്ക് അതിലോട്ട് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സാൾട്ടും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ദാൽ ഫ്രൈ നല്ലൊരു കോമ്പിനേഷൻ റൈസും ചിക്കൻ ഫ്രൈയും അതേപോലെ ഈ ഒരു ദാളും കൂടിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമുക്കിത് പൊറോട്ട കൂടിയും ചപ്പാത്തി കൂടിയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്ന ഒരു ഡിഷ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.